ഗുരു ശരണം 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 ശ്രീകരുണാകര ഗുരു ശരണം ശരണം. മുമ്പല്ല ഈ അടുത്ത് തന്നെ ഞാനൊരു വീഡിയോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വരി കുറിച്ചിരുന്നു. ചെറിയ വരിയാണ്. ഒരു കാര്യം പറഞ്ഞിരുന്നു. ലോകജനതയിൽ നല്ല ഒരുപാട് മനുഷ്യർ ഇസ്ലാമിലാണെന്ന്. ഞാൻ ഒരുപാട് വീക്ഷണം ചെയ്തതിൻ്റെ, ഒരുപാട് നോക്കിക്കണ്ടതിൻ്റെ, വായിച്ചതിൻ്റെ ചരിത്ര പരിശോധനയുടെ ഫലം യൂട്യൂബിലൂടെ തന്നെ, അതായത് ഔറംഗസേബല്ല, അക്ബർ അതുപോലെയുള്ള മുഗൾ രാജാക്കന്മാരൊന്നും ഹിന്ദുക്കളെ അങ്ങനെ മതപരിവർത്തനത്തിന് ശ്രമിച്ചില്ല എന്നും, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അതുപോലെ അവർ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുമാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പറഞ്ഞു വരുന്നത്, അതുപോലെ അക്ബർ ദീനിലാഹി എന്നൊരു മതമുണ്ടാക്കി അങ്ങനെ നല്ലൊരു അക്ബർ നല്ലൊരു ഭരണകർത്താവായിരുന്നു ഈ ഭാരതമണ്ണിന്. ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയം, നമ്മളെ സ്വയം നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി സന്തോഷിക്കാൻ പാടില്ല. അത് വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. ഉദാഹരണത്തിന് ബ്രഹ്മഗുഗ്നീഷൻ എന്ന് പറയുന്ന ഒരു സ്വാമിജി ഹിന്ദു മതത്തെയും ക്ഷേത്രങ്ങളെയും അങ്ങേയറ്റം അപലപിച്ചും കൊണ്ടും പൂരത്തെറി പോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുമ്പോൾ മുസ്ലിങ്ങളെ പൊന്തിച്ചു വെക്കുകയും ചെയ്യുന്നു. നല്ലത് തന്നെ. പക്ഷേ അതൊരു സുഖമുണ്ടോ സഹോദരങ്ങളെ? അത് സുഖമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇസ്ലാമിനെ അങ്ങനെ തകർത്ത് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യമായ പ്രൗഢമായ ഒരു ചാനൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇസ്ലാമിനെ നമുക്ക് അതായത് ഈ ഭാരതത്തിൽ വേണ്ടെന്ന് പറയുന്നു. മോദിയുടെ കൂടെ മുസ്ലിങ്ങളും ഇല്ലേ? എത്ര പേരുണ്ട്? ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, അത് നമ്മുടെ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുക അത്തരം വീഡിയോസ്. അതായത് ബ്രഹ്മഗുഗ്നീഷൻ നിരന്തരം അയാൾ ആയുധമെടുക്കുന്നത്, അതായത് ഈ ഹിന്ദു വർഗത്തിൻ്റെ ക്ഷേത്രങ്ങളും അതിനെയും ഇതിനെയൊക്കെ അവഹേളിക്കാനും മുസ്ലിങ്ങളെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ല, അത് ഓരോരുത്തരും ഇംഗിതമാണ്. പക്ഷേ ഒരുപാട് വ്രണപ്പെടുന്ന രീതിയിൽ ചെയ്താൽ അത് സുഖമാണ്. അത് കേട്ടിട്ട് നമ്മൾ കൈയടിക്കാൻ പാടുണ്ടോ? ഒരാൾ മരിച്ചു കിടക്കുമ്പോഴേ നമ്മൾ കൈയടിക്കുമോ? അതിന് തുല്യമല്ലേ അത്? അങ്ങനെ പാടുണ്ടോ? ഈ പറയുന്ന ആൾക്ക് ഒരുപാട് അനുഭവമുള്ള ഒരാളാണ്. മുസ്ലിംസിന് ഇഷ്ടംപോലെ സഹോദരന്മാരും ഈ സഹോദര തുല്യമായ സുഹൃത്തുക്കളൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഇത് സംസാരിക്കുന്നത്. ഇവിടെ ചെന്നാലും മാഷെ പോകല്ല, മാഷെ ഇരിക്ക്, 2 വർത്താനം പറഞ്ഞിട്ട് പോടി മാഷെ എന്ന് പറയുന്ന ആൾക്കാർ ഈ പറയുന്ന ആൾക്കുണ്ട്. മുസ്ലിങ്ങളാണ്. ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു തരാൻ വലിയ വ്യഗ്രതയാണ് അവർക്ക്. അങ്ങനെയുള്ള ആ ഒരു നല്ല സംസ്കാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങുന്ന ഇത്തരം വീഡിയോസ് നമ്മൾ പ്രേരിപ്പിക്കണം. ചിന്തിക്കണം. നമ്മൾ നാളത്തെ നല്ലതിന് വേണ്ടി ഈ ഭാരത മണ്ണ് നശിച്ചു പോകരുത്. ഇവിടെ കലാപം ഉണ്ടാകരുത് ഒരിക്കലും. ഒരു കലാപം, അതായത് മതാടിസ്ഥാനത്തിൽ വരുന്ന ഒരു കലാപവും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കരുത്. ഈ അത്തരം പോക്കുവയലുണ്ടാവും. അത് മോശമാണ്. അത് വളരെ മോശമാണ്. ബ്രഹ്മഗുഗ്നീഷൻ്റെ ചാനൽ വരെ നിർത്തി, ചാനൽ കട്ടായി. കാരണം അത്ര അധപ്പതിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം നിന്ദിക്കാറുണ്ടായിരുന്നു. പിന്നെ രസം, അവർക്ക് അയാൾ വീണ്ടും ഒരു ചാനൽ തുടങ്ങുകയും ചെയ്തത്, ബ്രഹ്മ ബൂമർ എന്നും പറഞ്ഞുകൊണ്ട്. അരോചകമല്ലേ എല്ലാം? എത്രയെന്ന് ചിന്തിച്ച് നോക്കൂ. നല്ല രീതിയിൽ നല്ലതായി സംസാരിക്കും. തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരം പ്രവണതയോട് യോജിക്കാൻ പറ്റുന്നില്ല. അല്ലാഹു അക്ബർ വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ, ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഒരാളോട് അല്ല, ഈ നമ്മുടെ വലൈക്കും അസ്സലാം വലൈക്കും അതൊരു ഇതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊരാൾ, അതിന് ഉത്തരം ഞാനാണ് കൊടുത്തത്. വാ അലൈക്കും അസ്സലാം, അത്ര തന്നെ, വാ അലൈക്കും അസ്സലാം.